ടു സ്വാമി സൂര്യ ചാനൽ. ഏവർക്കും സ്വാമി സൂര്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് ലളിതാ സഹസ്രനാമത്തിലെ ചില പ്രധാനപ്പെട്ട നാമങ്ങൾ പറഞ്ഞ് അതിൻ്റെ അർത്ഥവും ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സമയാചാര തത്പര. അതിന് മുമ്പിലത്തെ 4-5 ശ്ലോകങ്ങൾ പറയാം. അപ്പോൾ ലളിതാ സഹസ്രനാമം അറിയുന്നവർക്കും അറിയാത്തവർക്കുമെല്ലാം ഇത് പെട്ടെന്ന് മനസ്സിലാകും. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര കുലാമൃദൈകരസിക കുലസങ്കേതപാലിനി കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി അകുല സമയാന്തസ്ഥ സമയാചാര തത്പര. ഈ സമയാചാര തത്പര അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരി ദേവിക്ക്, അതായത് പരാശക്തി മാതാവിന് സമയാചാരം എന്ന പൂജാ സമ്പ്രദായത്തിൽ, ധ്യാന സമ്പ്രദായത്തിൽ തൽപരയാണ്. അതാണ് സമയാചാര തത്പര. സമയാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പൂജാവിധി, അതൊരു ധ്യാന സമ്പ്രദായമാണത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ധ്യാനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജപം ചെയ്യുമ്പോഴോ നമ്മളറിയാതെ തന്നെ നമ്മുടെ മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തി 6 ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരിയിൽ എത്തുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആഗ്നേയം കഴിഞ്ഞ് നമ്മുടെ സഹസ്രാരിയിൽ ഈ കുണ്ടലിനി ശക്തി എത്തുകയും അവിടെ വെച്ചത് വിശ്വമഹാ ചൈതന്യവുമായി യോഗം ചെയ്യുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന ധ്യാനത്തിലൂടെ നമ്മൾ ഈ വിശ്വമഹാ ചൈതന്യത്തെ, കോസ്മിക് എനർജിയെ നമ്മളുടെ സഹസ്രാരിയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും. ഈ 2 ദിവ്യ ചൈതന്യങ്ങളും, വിശ്വമഹാ ചൈതന്യവും കുണ്ടലിനി എനർജിയും ചേർന്ന് നമ്മുടെ സഹസ്രാരിയിൽ സമ്മേളിച്ച് ഈ ദിവ്യ ചൈതന്യങ്ങൾ നമ്മുടെ നാഡീമണ്ഡലങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായിരിക്കും. ഇതാണ് ധ്യാനത്തിലൂടെയും ഉപാസനാ സമ്പ്രദായത്തിലുള്ള ജപത്തിലൂടെയും സംഭവിക്കുന്നത്. ഇതിനെയാണ് സമയാചാരം എന്ന് പറയുന്നത്. ഈ മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തി സുഷുമ്ന നാഡി വഴി, അതായത് ഇട, പിങ്കള, സുഷുമ്ന എന്ന 3 പ്രധാന നാഡികളുണ്ട്. ഈ സുഷുമ്ന നാഡി വഴി ഈ 6 ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് മുകളിലെത്തുകയും അവിടെ നിന്ന് നമ്മളുടെ ധ്യാനം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ മൂലാധാരത്തിൽ തന്നെ സുഷുമ്ന നാഡി വഴി താഴത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ വന്ന് സെറ്റിലാവുന്നത്, അതായത് മൂലാധാരത്തിൽ വന്ന് അവിടെ വന്നത് വിശ്രമിച്ചു കൊണ്ടിരിക്കും ഈ കുണ്ടലിനി എനർജി. ഇതാണ് സമയാചാരം എന്ന് പറയുന്നത്. അതിന് എടുക്കുന്ന സമയം ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും. നമ്മൾ ധ്യാനവും പൂജയും ജപവും ചെയ്യുന്ന സമയത്തിൻ്റെ അളവനുസരിച്ച് ഇത് നടന്നുകൊണ്ടിരിക്കും. ഈ കുണ്ടലിനി ശക്തി മുകളിലോട്ടും താഴത്തേക്കും വരുന്നതാണ് സമയാചാരം. ഇത് നമുക്ക് വളരെ വളരെ പ്രയോജനമുള്ള ഒരു നാമമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ ഉത്സാഹവും മോട്ടിവേഷനും ഭക്തിയും അവർക്ക് തോന്നും. എന്നുവെച്ചാൽ ഈ എനർജി അവരറിയാതെ അവരുടെ സഹസ്രാരിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എനർജി വരുന്നത് ഫീലാവും, അവർക്ക് അനുഭവപ്പെടുന്നത്. അതും പ്രത്യേകിച്ച് ധ്യാനം ചെയ്യുമ്പോൾ ഇത് സഹസ്രാരിയിലൂടെ വന്ന് നമ്മളുടെ നാഡീമണ്ഡലങ്ങളിലേക്ക് പ്രവഹിക്കും. അങ്ങനെ നിത്യം ഈ കുണ്ടലിനി ശക്തിയും വിശ്വമഹാ ചൈതന്യവും നമ്മുടെ നാഡീമണ്ഡലങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മളുടെ നാഡീമണ്ഡലങ്ങൾ മുഴുവൻ 72,000 നാഡികളും ശുദ്ധീകരിക്കപ്പെടുന്നു. അതായത് ഇറ്റ് വിൽ ഗെറ്റ് ക്ലെൻസ്ഡ് കംപ്ലീറ്റ്ലി. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിപൂർണ ആരോഗ്യം, പൂർണ്ണ ആയുസ്, നല്ല മനസ്സ്, നല്ല ഇൻക്രീസ്ഡ് മൈൻഡ് പവർ, നല്ല ബ്രെയിൻ എനർജി, നല്ല സോൾ എനർജി, നമ്മളുടെ ജീവാത്മാവ് കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടും. നമുക്ക് ചുറ്റുമുള്ള ഈ 6 ഓര, അതായത് ഓര വികസിച്ച്
ഒരു 3 അടി നീളത്തേക്ക് നമ്മുടെ ഓര വളരെ ഭംഗിയായിട്ട് ശോഭയോടെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതാണ് ഈ സമയാചാര തത്പര എന്നതിൻ്റെ താല്പര്യം. ദേവിക്ക് ഏറ്റവും ലളിതാ ത്രിപുരസുന്ദരി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദാന സമ്പ്രദായമാണ് ഇത്, സമയാചാരം എന്ന ഈ സമ്പ്രദായം. അപ്പോൾ എല്ലാവരും ലളിതാ സഹസ്രനാമം അറിയാത്തവർ പഠിക്കണം, പഠിച്ച് ഇതിലൂടെ ധ്യാനം ചെയ്യാം. ധ്യാനം ചെയ്താൽ വളരെ 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 ദേഹപുഷ്ടി ഉണ്ടാവും. നമ്മുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കും. അതായത് ദേവി സർവ സൗഭാഗ്യദായിനിയാണ്. ഭക്തന്മാർക്ക് ഭക്ത സൗഭാഗ്യദായിനി എന്നൊരു നാമമുണ്ട്. ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ദേവി അനുഗ്രഹിച്ച് നൽകുന്നു. മനസ്സിലാക്കുക. ഈ ധ്യാനം പഠിക്കണമെന്നുള്ളവർ ഞങ്ങളുടെ ഫോണിലേക്ക്, ഞങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളത് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുക. ഇത് നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും എത്രത്തോളം ആൾക്കാർക്ക് ഈ ലളിതാ സഹസ്രനാമം എത്തിക്കാൻ പറ്റുമോ അത്രയും ആൾക്കാർക്ക് എത്തിക്കണമെന്നാണ് സ്വാമി സൂര്യ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഈ ഉദ്യമം. ഞങ്ങളിതിന് ഫീസ് ആരുടേതും വാങ്ങിക്കുന്നില്ല, എല്ലാം ഫ്രീ സർവീസാണ്. വരിക, ഇതിൻ്റെ മുഴുവൻ നല്ല ബലങ്ങളും അനുഭവിച്ച് നിങ്ങളുടെ ജീവിതം ധന്യമാക്കുക. എല്ലാവർക്കും നന്ദി.